around us and in this world as well. We do not know what's happening right now as well. പക്ഷെങ്കിൽ ഈ ഹോളിനകത്ത് But in this hall, നമ്മെ ദൈവം സൂക്ഷിച്ച് പരിപാലിച്ച കൃപയ്ക്കായും for God to protect us in this hall, അതിന്റെ പുതിയൊരു വർഷം ദൈവം നമുക്ക് ദാനമായി തന്നതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I thank God for this new year that God has given us. ദൈവമക്കളെ, നമുക്കൊരു കാര്യം അറിയാം, കർത്താവിന്റെ വരവ് ഈ നിമിഷം വരെ ആയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. My dear brothers and sisters, as we know, till now God's coming has not yet come. അവൻ വരും നിശ്ചയം. He will come for sure. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. That is our hope. അതിനാണ് നാം ഓടിക്കൊണ്ടിരിക്കുന്നത്. And that is why we are running. അതിനാണ് നാം ഈ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത്. That is why we are preaching and sharing this word. കാര്യം നമ്മുടെ സോൾ എറ്റേണിറ്റിയിൽ നിത്യതയിലെത്തുവാൻ വേണ്ടിയായി തീർന്നു. So that our soul will reach eternity. ന്യൂ ഇയർ വേർഡ്സ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഹബക്കൂക്കിന്റെ പുസ്തകം, പ്രവചന പുസ്തകം, അതിന്റെ 2-ാം അധ്യായം, അതിന്റെ 3-ന്റെ അവസാന ഭാഗം വായിച്ചു. For today's promise verse, I would like to read Habakkuk chapter 2 verses 3. 3b അവസാനം വായിക്കാം. Just the last verse, please. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. അത് വൈകിയാലും വരും, കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. Though it tarries, wait for it, because it will surely come, it will not tarry. ഞാൻ ഈ ന്യൂ ഇയറിന് കർത്താവേ എന്താണ് മെസ്സേജ് കൊടുക്കണം എന്ന് വിചാരിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിലാണ് I was thinking what message to give during this new year. ദൈവാത്മാവ് പ്രത്യേകമായി ഈ വാക്യം എൻ്റെ മേൽ എനിക്ക് തിരുവാനത്തിനുടയായിരുന്നു. The Lord had given me this verse during this time. കാര്യം ഞാൻ പണ്ട് കാലങ്ങളിൽ ഭയപ്പെട്ടിരുന്ന ഒരു വാക്യമാണ്. And this was a verse that I used to get fearful. കാര്യം എവിടെ പ്രാർത്ഥിക്കാൻ പോയിരുന്നാലും ദേവദാസന്മാർ ഓടി വന്ന് തല വെച്ചിട്ട് ഈ വാക്യം എഴുതി. And wherever I go for praying, the servants of God will lay their hands on my head and will say this verse. ഞാൻ ഈ പുറകെ പോയി കുനിഞ്ഞെങ്കിലും കാര്യം നോക്കിയാലുള്ള പ്രശ്നമുണ്ട്, എന്നാലും വരും. And then I will try and bow down my head because I don't want them to see me, and they are going to say the same verse, but still they will come. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ ദൈവം നിവർത്തിപ്പാനത്തിനുടയായിരുന്നു. But God let it be fulfilled in my life. ദൈവനാമത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതായിരുന്നു അവരെന്നെ പറ്റിയുള്ള ദൂത്. അത് താമസിക്കുകയില്ല നിശ്ചയം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ താമസിച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. And then the താമസിച്ചാലും കുഴപ്പമില്ല, ദൂത് പറയുന്നത് താമസിക്കുക നിശ്ചയം. So even if it tarries, it is going to happen for sure. Praise the Lord. Hallelujah. ഈ വാക്യം യാതൊരു സാധ്യതയുമില്ല ഇതിലേക്ക് പോകാൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യത്തെ മെസ്സേജ് നോക്കിയ ശേഷം ഞാൻ ഒരു വാക്യം, ഒരു വചനം കർത്താവേ ദൈവജനത്തിന് കൊടുപ്പാൻ ന്യൂ ഇയറിലേക്ക് നൽകി തരണമേ എന്ന് ശക്തമായി വണ്ടി ഓടിക്കുമ്പോഴും രാത്രിയിൽ ഉണരുമ്പോഴും ഒക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്യാനായിരുന്നു. And then I was praying constantly to God while driving, and every time I was constantly asking God for a verse to give, a promise verse to give my brothers and sisters in church. ഇത് ഞാൻ എഴുതി വെച്ചു. And then I wrote this down. ഇതിന്റെ പശ്ചാത്തലം, എന്റെ കോണ്ടെക്സ്റ്റ് നോക്കിയപ്പോൾ നമുക്ക് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. And then when I looked at the context, it's a bit difficult to speak. കാര്യം ഈ വിഷയം സംസാരിക്കുന്നത് ബാബിലോണിനെ പറ്റിയും ഇസ്രായേൽ മക്കളെ പറ്റിയും അവർക്കുണ്ടാകുന്ന ന്യായവിധിയെ പറ്റിയും കർത്താവിന്റെ വരവിനെ പറ്റിയും ഇതുള്ള കാര്യം കർത്താവിന്റെ വരവിനെ പറ്റി പറയുന്നത് സ്പീഡാണ്. So the context is that it talks about Babylonians, then it talks about Egyptians, it talks about the second coming. And അവരോട് പറയുന്നതാണ്, ഈ നിങ്ങളെ കുറെ നാളായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇസ്രായേൽ മക്കളോട് പറയാണ്, നിങ്ങൾ കുറെ നാളായി കഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഒത്തിരി പ്രോമിസസ് ഉണ്ട്, പക്ഷേ ഇതുവരെ അങ്ങോട്ട് ഫുൾഫിൽ ആവുന്നില്ല, പക്ഷേ അത് വരും നിശ്ചയം എന്നൊരു എൻകറേജ്മെന്റ് കൊടുക്കുക. So this is just an encouragement that is given to the Israelites, saying that this will come, your promise will come to pass. പക്ഷേ കർത്താവേ ഇത് എങ്ങനെ ദൈവസഭയ്ക്ക് ഞാൻ അത് കൊടുക്കാൻ കഴിയും? But I was asking God, how am I going to give this to the church? അതിന്റെ വീക്ക് ഭാഗം നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞ പ്രാവശ്യം എന്താ പറഞ്ഞത്, അതിൽ ഒരു പ്രോമിസ് ഡെലിവറൻസ് ആണ് പറഞ്ഞത്. And then I was looking at this verse, the B version, the B part of it, and then I was thinking about the last year's promise, which was actually about deliverance. സഭാജനവും സഭയും നമ്മൾ ഓരോരുത്തരും ഇന്ത്യയിലായിട്ടും ചിലതിനു വേണ്ടി പിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The church is still waiting for so many things. കാര്യം നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, There are personal things that we are praying for. നമ്മുടേതായ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്.
And there are physical needs that we have, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമുണ്ട്. spiritual things that we need. സഭയായി കൂടി വരുമ്പോൾ സഭയുടെ വളർച്ചയുണ്ട്. And as we come as a church together, it's the spiritual growth of the church. ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനാ വിഷയം. And these are all our subjects of prayer. ഇതിനെ നോക്കിക്കൊണ്ടാണ് പറയുന്നത് താമസിക്കുകയില്ല. It will come, certainly it will come. And looking at this is what it says, it will not tarry, it will surely come. അത് ദൈവാത്മാ കൃത്യമായി അത് എടുത്തു പറയാൻ ഇടയാക്കുന്നത് ദൈവം അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെതായ വർക്ക് ചെയ്യുന്നത് അതിന്റെ അപ്പോയിന്റഡ് ടൈമിലാണ്. And what God was trying to say is that God is going to do this at God's appointed time. ഇംഗ്ലീഷിൽ പറയുന്നത് God has an appointed time for his appointed work. And then in English it says that God has an appointed time for his appointed work. അപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, My dear brothers and sisters who are listening to this today, ഈ വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഈസി ആയിട്ടുള്ള കാര്യമല്ല. and this waiting is not an easy thing. സാംസ് 40:1 നാം വായിക്കുന്നു, Psalm chapter 40 verses 1 reads like this. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. And it says that I was waiting for the Lord. അവിടെ സങ്കീർത്തനക്കാരൻ യഹോവയ്ക്കായി കാത്തിരിക്കുക. The psalmist is actually waiting for God. ഈ വെയിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എപ്പോൾ സംഭവിക്കും നമുക്ക് അറിയത്തില്ല. And as we are waiting, we do not know when it is going to happen. ഇത് സംഭവിക്കുമെന്ന് നമുക്കൊന്ന് അറിഞ്ഞാൽ നമുക്കൊരു ഓക്കെയാണ്. And then if we knew the time that it's going to happen, then we would feel a bit relieved. പ്രോമിസസ് നമുക്കൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം എന്നാ മച്ചുർ ആകുന്നുള്ളത് അല്ലേ. If we have a fixed deposit, we know that when it's going to mature. ഒരു മോർഗേജ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്കറിയാം എന്നാ എൻഡ് ആകുന്നത് അല്ലേ. And if a mortgage starts, we know when it's going to end. പക്ഷേ ദൈവം തരുന്ന ചില വാഗ്ദത്തങ്ങൾ, ചില പ്രോമിസുകൾ എന്ന് സംഭവിക്കുന്നത് ചിലപ്പോൾ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. But the promises that God gives us, we do not know when it's going to happen. വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. We are constantly waiting. വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. We are still waiting. വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. We are still waiting. ഒന്നും സംഭവിക്കുന്നില്ല. Nothing is happening. ചോദ്യങ്ങൾ ചോദിക്കുക. And we are still asking questions. പിന്നെ ചോദിക്കുക. And we are again asking questions. എന്താ സംഭവിക്കുന്നത്? What is happening? വിശ്വാസം ഞാൻ നിലനിൽക്കണോ? Should I still continue this faith? ഇതിന്റെ ആവശ്യമുണ്ടോ? Is there any necessity for അത് this? ഓർഡിനറി ലൈഫ് നയിച്ചാ പോരെ? Shall I just live an ordinary ഇത് എത്ര life? നാൾ കൊണ്ട് ഞാൻ കേൾക്കുക? How many times have I heard ഗോഡ് this? പറയാണ്, ദൈവം പറയാണ്, God says, വെയിറ്റ്. wait. അപ്പോ അതെ എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം വായിക്കുമ്പോൾ Hebrews chapter 10 verses 38 reads like this. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഓ ഹല്ലേലൂയ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. Now the just shall live by faith. Now the just shall live by faith. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ That is why when we come to Hebrews chapter 11, വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക നമുക്കവിടെ കാണുവാൻ ഇടയായി. there is a huge list of patriarchs who have shown their faith. ഹല്ലേലൂയ. 12-ാം അധ്യായത്തിൽ കാണുന്ന the cloud of people. And in chapter 12 it reads a cloud വലിയൊരു സമൂഹം, the cloud of people. Okay? a cloud of people. അത് 11-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകമായി നമുക്കറിയാവുന്ന വ്യക്തിയാണ് അബ്രഹാം. And when we go through chapter 11, we know about Abraham. അബ്രഹാമിനുള്ള പ്രോമിസ് ആയിരുന്നു നിനക്ക് ഒരു വാഗ്ദത്ത സന്തതിയായ ഐസക്കിനെ തരുമെന്നുള്ളത്. So it was a promise to Abraham that God will give him Isaac as a promise son. as a promised son. പക്ഷേ how long he waited for that? എത്ര നാൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു? But how long did he wait for that? ഒരു വർഷമാണോ? Is it 1 year? Is it 2? Is it 2? 5? Is it 5? 10? Is it 10? 15? Is it 15? 20? Is it 20? How many years? How many years did he wait? 25 years. He waited for 25 years. It's not easy. It's not easy. അത് easy ആയിട്ടുള്ള കാര്യമല്ല ദൈവമക്കളെ. It is not Waiting is easy. not that easy. Waiting is not easy. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ദൈവമക്കളോട് ദൈവത്തിന്റെ മുമ്പിൽ സമയം എന്നൊരു കാര്യമില്ല. And then God is telling his children there is nothing called time in നമുക്കാണ് ഈ God. സമയമുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം കേൾക്കാൻ വേണ്ടിയായിരുന്നു. We are the ones who have got time. നമുക്കാണ് 24 hours 12 hours അല്ലെങ്കിൽ ഡേ or night ഇതൊക്കെ ഉള്ളത്. We are the ones who has got 12 hours and 24 hours. ദൈവം എന്നോടും നിങ്ങളോടും ഒരു കാര്യം പറഞ്ഞാൽ അത് തരും എന്ന് പറഞ്ഞാൽ തരും. If God has promised us that he will give something, he will definitely അത് give it. താമസിച്ചാലും അത് വരുകയും ചെയ്യും. Even if it tarries, it will come. ഓക്കേ, താമസിച്ചാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അത് വരും. Do not worry even if it's late, it will come. ഇവിടെ ഈ 11-ാം അധ്യായം വായിക്കുമ്പോൾ സാറ പറയാണ് സാറയ്ക്ക് ശാരീരികമായ ക്ഷീണം, അബ്രഹാമിനും ശാരീരികമായ ക്ഷീണം, ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. And Sarah says that she's having troubles physically and she doesn't know how this is going to come to pass. ഇനി ഒരു കുഞ്ഞുണ്ടാവാൻ കഴിയാതെ വണ്ണം തന്റെ ശരീരം അത്ര ബെറ്റർ അല്ല. And Sarah says that her body is not fit enough to
to conceive a child. എന്നാലും പറയുകയാണ് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. And still is saying, കാര്യം ദൈവമാണ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, because if God has promised, നിന്റെ സിറ്റുവേഷൻസും നിന്റേതായ സാഹചര്യങ്ങളും ഒന്നും ദൈവത്തിന്റെ വിഷയമേ അല്ല. for God your situations is just nothing. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ എല്ലാവിധമായ നെഗറ്റീവ്സ് ഉണ്ടായാലും, Whatever negative things happen are there in front of you, നാം തന്നെ ചില കാര്യങ്ങൾ തീരുമാനമെടുത്ത് ഗിവ് അപ്പ് ചെയ്താലും, even if we take a decision to quit, ദൈവം നിനക്ക് ഒരു പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ, if God has given you a promise, അത് വരും നിശ്ചയം. it will surely come. It will come. Certainly it will come. It will certainly come. Hallelujah. Glory to God. ദൈവമക്കളെ, ഹല്ലേലൂയ. മിസ്രയീമിൽ ദൈവജനം മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ എത്ര നാൾ കാത്തിരുന്നെന്ന് അറിയാമോ? So how many years did the Israelites wait to ഒരു വർഷമാണോ? be delivered from the Egyptians? Is it 1 year? 2 വർഷമാണോ? Is it 2 years? 10 ആണോ? 100 ആണോ? Is it 10 or 100? 200 ആണോ? 300 ആണോ? Is it 200 or 300? 400 ആണോ? Is it 400? ഹല്ലേലൂയ. എത്രയാണ്? ഹല്ലേലൂയ. How much is it? 430 വർഷക്കാലം. 430 years. Praise the Lord. Amen. 430 വർഷക്കാലം. ഹല്ലേലൂയ. 430 years. അതാ മോശെ കേട്ടതുപോലെ ജനിപ്പാൻ. And that's how we hear that Moses was മോശ born. ജനിച്ചതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടുവാൻ ഇടയായിത്തീർന്നു. Because Moses was born, they got delivered. കാര്യം പ്രോമിസ് അവിടെ കിടക്കുമ്പോൾ ഈ പ്രോമിസിന് വേണ്ടി ആളിനെ ഒരുക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. So if there is a promise, there is a preparation for a person for this promise. ദൈവജനമേ, ഞാൻ നിങ്ങളും ദൈവ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവരാണെങ്കിൽ ചില സർട്ടൻ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് നമ്മളെ ഒരുക്കിയെടുക്കുവാൻ ദൈവം ഇടയായിത്തീർന്നു. So if there is a promise, God will take us through certain situations to let us be prepared for the promise. 40 വർഷം എന്ത് ചെയ്തെന്നറിയാമോ? മോശയെ പിന്നെയും മരുഭൂമിയിലേക്ക് അയച്ചു അതിനുവേണ്ടി പ്രിപ്പയർ ആക്കാൻ വേണ്ടി. And to prepare for that promise, God sent Moses into the wilderness for 40 years. ഞാൻ ഒത്തിരി പറഞ്ഞിട്ട് നീട്ടാൻ പറ്റി ആഗ്രഹിക്കുന്നില്ല. 40 വർഷം 40 years. പിന്നെ അവരോട്ട് ഡെലിവർ ചെയ്യാൻ വേണ്ടി അവർ ഡെലിവറൻസിന് വേണ്ടി അങ്ങോട്ട് വിട്ടിട്ട് ദൈവം പറഞ്ഞു വിട്ടത് ഞാൻ നിന്നോട് കൂടിയിട്ട് പൊക്കോളാനും പറഞ്ഞു. And after that, God is saying that I have sent you. എന്നിട്ട് പിന്നെ ഒരു അടയാളം കാണിക്കുന്നു, 2 കാണിക്കുന്നു, 3 കാണിക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. ആലോചിച്ച് നോക്കിക്കേ. Showing so many signs, but nothing is happening. ഞാൻ നിങ്ങളുമാണെങ്കിൽ എങ്ങനെ പിടിച്ചു നിൽക്കും? How will we survive if we went through this? ദൈവമാണോ പറയുന്നൊരു സംശയം. We will have a doubt if God is saying this or not. ഞങ്ങളും ആ മിസ്രയീമിൽ തമ്മിൽ എന്തോ വ്യത്യാസം? What is the difference between me and those Egyptians? ഞാൻ കാണിക്കുന്ന മാജിക് അവനും കാണിക്കുന്നുണ്ട്. Whatever magic I'm doing, they are also doing. ഞാൻ എന്താ കാണിച്ചാലും അവൻ കാണിക്കുക. Whatever I do, they are also doing. എന്താണ് വ്യത്യാസം? What is the difference? ഇത് നിങ്ങൾ ചോദിക്കാറില്ലേ പലപ്പോഴും? Have you not asked these അവരും questions? നമ്മൾ എന്താ വ്യത്യാസം? What is the difference between me and അവർക്കും ഉണ്ട്, them? എനിക്കും ഉണ്ട്. They also have, I also have God. പക്ഷേ ദൈവമക്കളെ, അവസാനം നിനക്ക് പ്രത്യേകമായ ഒരു വിടുതലുണ്ട്. But my dear brothers and sisters, you have got the ഹല്ലേലൂയ. deliverance. കാര്യം പ്രോമിസ് നിന്റെ മേൽ കിടക്കുകയാണ്. There is a promise on you. 10ാമതൊരു ബാധ വന്നു. And then the 10th plague came. അവരുടെ ഒരു വിടുതലായിരുന്നു. And then there came a deliverance. Praise you Jesus, glory to God. Hallelujah. എത്രപേര് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇത് വലിയ ഓവറാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. നിങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ ഇടയാക്കിയിരണം. Let's കാര്യം receive this. even if delayed, hallelujah, it will come. Certainly it will come. Even if it is delayed, it will surely come. Praise you Jesus. Glory to God. ജോസഫിനോട് ചോദിച്ചു നോക്കിയാട്ടെ. Let's ask Joseph. ജോസഫേ, നീ ഒരു സ്വപ്നം കണ്ടതല്ലേ? And Joseph, you saw a dream, right? ഹല്ലേലൂയ. അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നീ എത്ര വർഷം കാത്തിരുന്നു? How many years did you wait for it to get fulfilled? Hallelujah. Glory to God. Amen. എത്ര വർഷം കാത്തിരുന്നു? How many years did he wait? 22 വർഷം കാത്തിരുപ്പാനിടയായിത്തീർന്നു. He waited for 22 years. അവന്റെ ജീവിതത്തിന്റെ പ്രയാണം എന്ന് പറയുന്നത് കഷ്ടം, പ്രയാസം, ഹല്ലേലൂയ, പൊട്ടക്കിണറ്, അതെ, ജയിൽവാസം, ത്യജിക്കല്, നിന്ന, പരിഹാസം, അബ്യൂസ്മെന്റ് എല്ലാം തന്നെ ജീവിതത്തിൽ ഉണ്ടാവാൻ. And Joseph went through so many hurdles in his life. He had to go through the pit experience. He had to go through rejection. He had to go through being a slave. So many things. Amen. It will surely come. അവൻ അതിൽ കൂടെ എല്ലാം കടന്നുപോയി അവസാനത്തിൽ ആ സ്വപ്നം ഫുൾഫിൽ ആയി തരണം. He went through all these things and that dream came to pass. ആ സ്വപ്നം ഫുൾഫിൽ ആയില്ലേ? And did not that dream get fulfilled? ഇത് എന്തിനാ നിങ്ങളും ഞാനും ഇതൊക്കെ വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത്? And why are we preaching and talking about this over here? കാര്യം എന്നോടും നിങ്ങളോടും സഭയോടുമുള്ള വാഗ്ദത്തങ്ങളെ കൈവച്ച് പ്രാർത്ഥിക്കുക. It will come. Surely it will come. It is so that we can lay our hands on these promises and start declaring it will surely come. Praise the Lord. Hallelujah. ദാവീദിനോട് ചോദിച്ചാട്ടെ, ദാവീദേ, നിന്റെ മേൽ അഭിഷേകം കിട്ടിയതല്ലേ?
And let's ask David. David, you had got the Holy Spirit. നിനക്ക് കുറുക്ക് വഴി കാണിച്ചു തന്നതല്ലേ ആ ശൗലിനെ കൊന്നിട്ട് ഈ രാജഭരണത്തിലേക്ക് കയറുവാൻ തക്കണം? There was a shortcut to kill Saul and just be the king. എനിക്കും നിങ്ങൾക്കുമാണ് ഈ സാഹചര്യം കിട്ടിയെങ്കിൽ നാം അത് വളരെ മനോഹരമായ രീതിയിൽ വളരെ ബുദ്ധിപരമായ രീതിയിൽ ഉപയോഗിച്ചേനെ. If it was you and me, what would we have done? We would have handled it very tactically. ഒരിക്കലും സ്വസ്ഥതയില്ലാതെ അഭിഷേകം ലഭിച്ചതായ ദാവീദ് ഓടി നടക്കുകയാണ്. തന്റെ പുറകെ ശത്രുവായിട്ട് ശൗലും പുറകെ ചെല്ലുകയാണ്. After receiving the Holy Spirit, David is running through the wilderness. നാം കേൾക്കാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദാവീദും ശൗലും ചില സമയത്ത് ഒരേ പോയിന്റിൽ വരുന്നതായ സമയത്ത്, and we heard before how David and Saul were coming together at one same time, same point. ആ നിമിഷം ഇൻഫർമേഷൻ കടന്നു വരും. ഹല്ലേലൂയ. ഫെലിസ്ത്യർ വരുന്നു. And then immediately news comes that the Philistines are coming. ഇവർ രണ്ടും അറിയുന്നില്ല. രണ്ടുപേരും ഒരുപോലെ മീറ്റ് ചെയ്യേണ്ട സമയത്ത് ശൗലിനെ മുൻപോട്ട് കൊണ്ടുവരികയാണ്. എന്നുവെച്ചാൽ ദൈവത്തിന്റെ പൈതലിനെ കരുതലേ. And then when they're coming to meet, at the same time the news is coming and Saul has to depart. But look how God was protecting David. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ മേലുള്ള പ്രൊട്ടക്ഷൻ അതാണ്. And just believe this is a protection. The blood of Jesus നിങ്ങളുടെ മേൽ ഹല്ലേലൂയ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ നിങ്ങളുടെ മേലുള്ള പ്രൊട്ടക്ഷൻ അതാണ്. And if the blood of Jesus is on you, then there is a covering and a protection on you. ഒരു ശത്രുവിനെ നിങ്ങളെ തൊടുവാൻ തക്കണ കഴിയില്ല. No enemy can even touch you. ഹല്ലേലൂയ നിങ്ങളെ ഒരു വിധത്തിലും ഹല്ലേലൂയ ഞെരുക്കുവാൻ തക്കണ വഴിയായി തീരുകയില്ല. The enemy cannot squeeze you. അങ്ങനെ വന്നാൽ തന്നെ ഹല്ലേലൂയ നിങ്ങൾക്കായിരിക്കും സക്സസ്. Even if it happens, you will get success. Praise God. Hallelujah. Amen. എത്ര വർഷം അതേ കൊല്ലുവാൻ ശൗലിനെ കൊല്ലുവാൻ ചാൻസ് ഉണ്ടായിട്ട് കൊല്ലാതെ വേണം പിന്നെയും വെയിറ്റ് ചെയ്തിട്ട് ഹല്ലേലൂയ താനും 22 വർഷങ്ങളാണ് കാത്തിരുന്നു ഇസ്രായേലിന്റെ രാജാവായി തീരുവാനായിട്ട്. So many opportunities David got to kill Saul. വചനങ്ങൾ വായിക്കുവാൻ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എടുത്ത് വായിച്ച് നിങ്ങൾക്ക് സമയം എടുക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേദഭാഗങ്ങളിൽ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് വായിപ്പിക്കാത്തത്. I'm not taking those scriptures here because you all are very familiar with those. ദൈവങ്ങളെ ഹല്ലേലൂയ അവസാനമായിട്ട് And to conclude, എബ്രായലേഖനം 10:37 വായിച്ചാൽ Hebrews chapter 10 verses 34. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കുകയില്ല. ഹല്ലേലൂയ. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കുകയില്ല. For yet a little while, and he who is coming will come and will not tarry. എത്ര നാളാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അല്ലേ? How many years? ഈ ഒരു പ്രോമിസിന് എത്ര നാളായി? How many times have we heard? എത്ര നാളായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ? How many years? Nearly about 2024 ആയില്ലേ? And we are in 2024 now. Hallelujah. See? കാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും നിശ്ചയം. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. Our hope is that even if it is 2024, he will still come. That is our hope. നമ്മളെ കഴിഞ്ഞ അല്പനേരം മുമ്പ് കേട്ടുകൊണ്ടിരുന്നത് ഹല്ലേലൂയ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ അതേ ദൈവം പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൗതികമായി ആത്മീയമായുള്ള കാര്യങ്ങളുടെ മേൽ ദൈവം ഒരു വാഗ്ദത്തം ചെയ്തു കഴിഞ്ഞാൽ അത് തരും നിശ്ചയം താമസിക്കുകയില്ല എന്നുള്ളതാണ്. And we heard that if there is a promise, be it spiritual, physical, God will meet it. God will give it. It will surely come. ഹല്ലേലൂയ. ദൈവകാലം ദൈവമക്കളെ മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ കനാനിലേക്ക് എത്തിക്കാൻ 40 വർഷം എടുത്തു. And it took for the Israelites to reach Canaan it took about 40 years. And God refined them every single step and let them reach that Canaan. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ റിഫൈൻ ചെയ്യുക മാത്രമല്ല ചിലരെ കൂടെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ. And God's plan is that not just to be refined but to bring many others. ഹല്ലേലൂയ. നമ്മളെ ശുദ്ധീകരിക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കൊണ്ടുവരികയാണ് വേണം. കാര്യം ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഹല്ലേലൂയ വീണ്ടും ജന്മം പ്രാപിച്ച് ദൈവകൽപ്പന അനുസരിച്ച് വിശുദ്ധിയോടെ ജീവിച്ച് ഇത് മറ്റുള്ളവർക്ക് സാക്ഷ്യമായി അവരെ കൂടുതൽ കൊണ്ടുവന്നുകൊണ്ട് അതേ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തുപോയിരിക്കുന്നതായ ഒരു ജനമാണ് നാം ഓരോരുത്തരും. അതാണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത്. Our mission is that, not just receiving this and sitting here, but to reach out to others, to live a life that is separated from the world, but at the same time living a good example and a holy life and waiting for the second coming of Jesus. Hallelujah. ആരെങ്കിലും കാലം എന്നെ കേൾക്കുന്നവരെ വ്യാകുലരായിരിക്കുന്നുണ്ടോ? Is there anybody who is distressed sitting over here? നാം കേട്ടതായ എല്ലാ മെസ്സേജുകളും ഹല്ലേലൂയ ചിലത് സംഭവിക്കാൻ പോകുന്നു പറയാം. And we heard some messages that some things are going to happen. Hallelujah. The whole പരിശുദ്ധാത്മാവിന്റെ മേൽ വരും. And when the Holy Spirit comes upon you, ശക്തി ലഭിക്കുന്നതിന് when you will receive strength. അപ്പോസ്തല പ്രവർത്തനം നടന്ന എല്ലാവിധമായ miracles, signs and wonders എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. And whatever signs and wonders and miracles were there in Acts of Apostles,
That's going to happen in your lives. വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആടിയുവാൻ, നമ്മളിലേക്ക് ആടിയാൻ, സഭയിലേക്ക് ആടിയുവാൻ, സ്വർഗ്ഗത്തിലേക്ക് ആടിയുവാൻ ഇടയായിത്തീരും. And so many souls are going to be added in the church into the kingdom of God as well. Praise the Lord. Hallelujah. എത്ര പേർ വിശ്വസിക്കുന്നു? How many of you are going to believe that? ഈ ദിവസങ്ങളിൽ ആ ജേർണിക്ക് നിങ്ങൾ പ്രിപ്പയർ ആണോ? Are you prepared for the journey today? Hallelujah. ഈ ജേർണിക്ക് നിങ്ങൾ 2025 നിങ്ങൾ പ്രിപ്പയർ ആണോ? Are you prepared for Yes, the journey? Lord. to Hallelujah. 2025? I'm taking all the necessary steps towards to hallelujah achieve this great blessings in my life. Hallelujah. ഈ പ്രോമിസ് നേടുവാൻ തക്കണം ഞാൻ തയ്യാറാണ് കർത്താവേ. Hallelujah. Yes, God, I'm ready to get this promise. God has an appointed time for his appointed work. God has an appointed time for his appointed work. Certainly it will come. Certainly it will come. ദൈവമേ അതിലേക്ക് സഹായിക്കട്ടെ. May God bless you. Thank you for listening. Thank you. ഇവ നിങ്ങൾ ആ ദൈവങ്ങളെ അനുഗ്രഹിച്ച് മാനിക്കട്ടെ എന്നുള്ള വശം ശക്തിയോടെ മുന്നേറണം. വചനം ഇത് കേട്ട് എഴുതി വെച്ചിട്ട് നിങ്ങൾ ഇതിൽ വെച്ച് പ്രാർത്ഥിക്കണം. താമസിക്കില്ല നിശ്ചയം. The promise will come. It will not tarry. You write this down and start declaring it. എന്താ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം? അത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. Whatever you're praying for, write it down. അത് ഈ വർഷം സാധിക്കും. It will happen. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ, If God's arrival is എനിക്ക് delayed, ആയിരുന്നു തരുന്നെങ്കിൽ, if God gives us health, 2025 അവസാന ദിവസങ്ങളിൽ നാം സാക്ഷ്യപരമായിത്തീരും. and 2025, and we should be able to get up and say testimony. Hallelujah. God is good. God is good. God is good. All the time. All the time. All the time. Yes. God bless you all. Hallelujah. Okay. Next is നമ്മുടെ ഒരു പാട്ട് പാടുകയാണ്. സമയത്ത് സ്വത്രാക്ഷിയുടെ പാടുള്ള അവകാശം ന്യൂ ഇയറിൽ നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനുള്ള അവകാശമാണ്. It's time for you to give the Lord. Hallelujah.